വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉം. അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? എങ്ങനെ പോകുന്നു? ഇന്നലെ സുഖാണ് അൽഹംദുലില്ലാഹ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലീവാക്കിയോ? അതല്ല ക്ലാസ്സിന് മാത്രമാണോ ലീവ് ഉണ്ടായത്? എന്താണ് അവസ്ഥ? അറിയിക്കൂ. ക്ലാസ്സിന് മാത്രമല്ല ലീവ് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ലീവ് കൊടുത്തിട്ടില്ലല്ലോ? വർക്കുകളൊക്കെ ചെയ്തിട്ടില്ലേ? എന്തേ ആരൊന്നും മിണ്ടാത്ത? റെസ്പോണ്ട് ചെയ്തോളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്നും. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. നമ്മുടെ സമയം വാല്യൂ ഉള്ളതാണല്ലേ. അപ്പം അത് നമ്മൾ വെറുതെ കളയാതിരിക്കുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങോട്ട് വെറുതെ സമയം പോയി. സോറി. എന്തായാലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. യെസ് ഓർ നോ, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഓക്കെ. നമുക്ക് ഏതിനും ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. ഒന്നെങ്കിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. എന്തിനും രണ്ട് ആൻസർ ഉണ്ടാവുമല്ലോ. അപ്പം അത് നമ്മൾ എന്തിനാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇൻഷാ അള്ളാ. ഇനി ഒന്നില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ സൂമിൽ ഒരുപാട് റിയാക്ഷൻസ് ബട്ടൺ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗമാണെങ്കിൽ ഒന്ന് അവിടെ റിയാക്ഷൻസ് കൊടുക്കാം. ഒരു കേട്ടോ, ഒരു തമ്പോ, എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ഒരു എനർജി ഉണ്ടല്ലോ. അപ്പുറത്തിപ്പുറത്തും നിങ്ങളവിടെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് ഇങ്ങോട്ട് അറിയുമല്ലോ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നിങ്ങളാരും ക്യാമറ ഓണാക്കൂല, ഞാനിങ്ങനെ എന്നെ തന്നെ സ്ക്രീൻ നോക്കി നിങ്ങളവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ആ ഒരു രീതിയിലാവണ സമയത്ത് എന്തൊരു സുഖമില്ല. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ഒരു ഫാമിലി ആയിട്ട് കുറേ നാളായല്ലോ ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ഇന്നേക്ക് നമ്മൾ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ട് 101ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ. എന്തായാലും അള്ളാഹു അപാരമായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ എത്തിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഓരോരുത്തർക്കും നമുക്ക് ദുആ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ഇന്നലെ തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ സൂം ലിങ്കിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചിട്ടായിരുന്നു ചർച്ച ചെയ്യണമെന്ന് ഞാൻ സൂമിൻ്റെ ലിങ്കിലൂടെ കൊടുത്തിരിക്കുന്നുള്ളത്? ബലിപെരുന്നാള്. യെസ്, ബലിപെരുന്നാളിന് ബലിപെരുന്നാൾ. സത്യത്തിൽ എന്താണ് ബലിപെരുന്നാൾ? ആ ബലികർമ്മം അറക്കുന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ പേര് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ് ഒന്ന് പറയോ? ഞാനും നിങ്ങളും അടക്കം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യോ. എന്തിനാണ് നമ്മൾ ബലിപെരുന്നാളിന് ബലി കഴിക്കുന്നുള്ളത്, നമ്മൾ ഉദയത്തറക്കുന്നുള്ളത്, ബലി അർപ്പിക്കുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ? ഒന്ന് പറയോ. അതിന് തെറ്റിപ്പോവോന്ന് പറയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും നമ്മള് യെസ്, അവരെ സ്മരണക്ക് വേണ്ടിയിട്ടാണ്. യെസ്, അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അല്ലേ. എന്നാൽ നമുക്ക് ഓരോ ദിവസങ്ങൾ കൂടുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പർപ്പസ് എന്ന് പറയുന്നുള്ളത്. കാരണം നമ്മൾ എന്നും അറിയണ ഒരു സംഭവം കൊണ്ട് പോകുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അത് നമുക്ക് ചെറിയൊരു രീതിയിലെങ്കിലും ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക എന്നുള്ളത്. അപ്പം ഇവിടെ നമുക്കറിയാൻ വേണ്ടി പറ്റൂല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാനുണ്ടായ ആ ഒരു ഉത്തരവ് വരികയും ആ അറവിനായി കൊണ്ടുപോവുകയും നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് നമ്മൾ ഓരോ വർഷവും ആ ഒരു സമയമാവുന്ന സമയത്ത് ഒളയത്ത് മൃഗങ്ങളെ നമ്മൾ അറുത്ത് ബലികർമ്മം ചെയ്ത് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം തരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഏൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ അത്രയും കളർഫുള്ളായ ഒരു മീനിങ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
ഏതൊരു സംഭവത്തിനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മുന്നിൽ ഒരു മീനിങ്സ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവുമ്പോൾ, നാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ എന്തായി പോകുന്നുള്ളത്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമുക്ക് വർധനവുണ്ടാവും എന്ന് പറയുന്നുള്ളത് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പിന്നിൽ നാം അറിയാത്ത ഏതോ ഒരു രഹസ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. നാം അറിയാത്ത ഏതോ ഒരു രഹസ്യം അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുള്ളത് കൊണ്ടാണ് നാം ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് ലൈഫിലേക്ക് എന്താവുന്നുള്ളത് കൂടുതൽ 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 ഓഫേഴ്സുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒളിയത്തറക്കുക, അതല്ലെങ്കിൽ ഒരു ബലി കർപ്പിക്കുക എന്ന് പറയുമ്പോൾ വെറും ഒരു സ്മരണയ്ക്കപ്പുറത്തേക്ക് അവിടെ എന്തൊരു അർത്ഥമാണ്, ഏതൊരു മീനിങ്സ് ആണ് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിപ്പിച്ചിരിക്കുന്നുള്ളത്. അവിടെയാണ് നാം നോക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബിയെ ലഭിക്കുന്നത് എത്രാമത്തെ ഏജിലാണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലേ. ആ സമയത്ത് സാറാ ബീവിക്ക് എത്ര വയസ്സാണെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് അറിയാൻ വേണ്ടി പറ്റും എത്ര ഏജിലാണെന്നുള്ളത്. ആ ഒരു ഏജിൽ നിന്നിട്ട് ഈ ഒരു കുട്ടി പിറന്നപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ അനന്തരാവകാശം, ഞാൻ ഒരു നബിയാണ്, എൻ്റെ കാലശേഷം എൻ്റെ ഒരു അനന്തരാവകാശിയായിട്ട് ഒരാൾ വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ. നമുക്ക് നമ്മളുടെ സമ്പത്തിന് അതല്ലെങ്കിൽ നമ്മുടെ പദവിക്ക് ഒക്കെ ഒരു അനന്തരാവകാശി വേണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവിടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചതാണ് എന്ത്, എനിക്കൊരവകാശം ഇല്ലാതായി പോയാലോ, എനിക്കൊരവകാശം വേണ്ടേ എന്നുള്ളത്. ആ ഒരു അവകാശിക്ക് വേണ്ടിയിട്ട് നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം പ്രായമായപ്പോൾ 90 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ കൊടുക്കുന്നുണ്ടല്ലേ. ഈ 90 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ അത്രമാത്രം ആഹ്ലാദിച്ചിട്ടുണ്ടാവാം, അത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവാം. അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്. നമുക്കൊരു ജോലി ലഭിക്കുന്നത് വരെ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യം കിട്ടുന്നത് വരെ നാം ഒരുപാട് നാം വിശ്വസിക്കുന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ വിളിച്ച് ചോദിക്കും, നാം പ്രാർത്ഥിക്കും. എന്നിട്ടോ നമ്മുടെ കൈകളിലേക്ക് അതെത്തിയതിന് ശേഷം നാം പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ കൈകളിലേക്ക് എത്തിയതിന് ശേഷം നാം പ്രാർത്ഥിച്ചിട്ട് ആരാണോ ഇത് നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുന്നത്, ആ നൽകിയ സ്രോതസ്സിനെ, ആ നൽകിയ ഉറവിടത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്രോതസ്സിനെ നമ്മൾ മറന്നു പോകുന്നതിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഓരോ വർഷവും ഉറവിടത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്രോതസ്സിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബലികർമ്മത്തെ നൽകപ്പെടുന്നുള്ളത്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നബി ഉണ്ടാവണോ, എവിടെ ഒരു അനന്തരാവകാശം ഉണ്ടാവണോ, എനിക്കൊരു കുട്ടി ഉണ്ടാവണോ എന്നുള്ളതിൽ യാതൊരു ലോജിക്കുമില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ മനുഷ്യനാവുന്ന വ്യക്തികളാകുന്ന മാനുഷിക തലത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മളുടെ ഒരു അനന്തരാവകാശി ഇല്ല എങ്കിൽ നമ്മുടെ ഈ ഒരു തലമുറ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാതായി പോകും എന്നുള്ളതാണ്. എന്നാൽ അവിടെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നാം അറിയാത്ത പലതും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, നാം അറിയാത്ത പല രഹസ്യ നിഗൂഢങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, നമ്മളെപ്പോലും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നാം അറിയാതെയാണ് അല്ലേ. ഞാനും നിങ്ങളും അറിയാതെയാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. അത്രയും രഹസ്യമായി നമ്മളെ സൃഷ്ടിച്ച ആ റബ്ബിനെ എന്തുകൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കാനും കൂടി പറ്റുന്നില്ല? ഇല്ലായ്മകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സംരക്ഷിക്കാനാണോ പിന്നീട് ബുദ്ധിമുട്ട്? അല്ല. അവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും ആഗ്രഹിച്ച എൻ്റെ കുട്ടിയെ ബലി കർപ്പിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകുകയാണ്. ആ നൽകിയ സമയത്ത് അതിനെ അത്രമാത്രം എനിക്കാരാണോ, ഞാൻ ചോദിച്ചപ്പോൾ എനിക്കിത് ആരാണോ തന്നത്, എനിക്ക് ഈ ഗിഫ്റ്റ് തന്നവനാണ് ഇതിനെ ചോദിക്കുന്നത്. തന്നവൻ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നവനിക്ക് ഞാനിത് തിരിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ സന്നദ്ധതയാണ് എന്നുള്ള പൂർണ്ണമായ സറണ്ടറൻസോട് കൂടിയിട്ട് ഒരു ചിന്തയ്ക്ക് ഇതിന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. നമ്മളോടാണ് ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നാം എത്രമാത്രം പോം വഴികൾ, ഇതിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഗൂഢാലോചന നമ്മൾ നടത്തും അല്ലേ. എൻ്റെ ഈ കുട്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ച് കരഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് 90 വയസ്സാകുമ്പോൾ കിട്ടിയ ഈ കുട്ടിയെ ബലി കഴിപ്പിക്കാൻ പറയുകയാണെങ്കിൽ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് പകരമായിട്ട് എന്തും തരാം, ഇതിനെ മാത്രം ചോദിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കില്ലേ?
ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കും. പക്ഷെ ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണോ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നവൻ തന്നെയാണ് എൻ്റെ അടുത്ത് ഇത് തിരിച്ച് ചോദിക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫുള്ളി സറണ്ടർ ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. ഇവിടെയും അവിടെ പ്രത്യക്ഷത്തിൽ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞാനിത് കൊടുക്കും എന്ന് പൂർണ്ണമായ സമ്മതം കൊണ്ട് കൽബ് കൊണ്ട് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാൻ വേണ്ടി പറ്റും? അള്ളാഹുവിനറിയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇത് പിന്നീട് കാണുന്ന ഈ മെസ്സേജ് പിന്നീട് കേൾക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞ ആ ഒരു മെസ്സേജ് അതിൽ 100% സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കതറിയാൻ വേണ്ടി പറ്റില്ല. അത് പിൽക്കാലത്ത് തലമുറകളായി നമ്മളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ മലമുകളിലേക്ക് മകനെയും കൊണ്ട് പോകുന്നുള്ളത്. ആ മലമുകളിലേക്ക് മകനെയും കൊണ്ടുപോയി മകന്റെ കഴുത്തിലേക്ക് ആ കത്തി വെക്കുന്ന സമയത്ത് ആ കത്തി വെച്ച് കട്ട് ചെയ്യാനുള്ള ആ ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമാണ് അവിടത്തേക്ക് പകരമായിട്ടൊരാടിനെ എത്തിപ്പിക്കുന്നുള്ളത് അല്ലേ? അവിടത്തേക്ക് പകരമായിട്ടൊരാടിനെ എത്തിപ്പിക്കുന്നത് ആ സമയത്താണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി നേരത്തെ അള്ളാഹുവിനോട് ചോദിച്ചില്ല, എനിക്ക് പകരം ഒന്നിനെ തരണം, എൻ്റെ മകനെ കൊണ്ടുപോകരുത് എന്നുള്ളത്? അതല്ലെങ്കിൽ മലമുകളിൽ കയറി മകനെ അറുക്കാൻ വേണ്ടി കിടത്തുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് അവിടെ ആടിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല? അവിടെയാണ് സമൂഹത്തിൽ പിൻകാലത്തിൽ തലമുറകളായി വരുന്ന നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് ആ ലാസ്റ്റ് ഘട്ടം വരെ ആ കഴുത്തിൽ കത്തി വെക്കുന്നത് വരെ അവിടെ പകരമായിട്ടിരിക്കുന്ന ഒരു ആടിനെ കൊടുക്കാതിരുന്നുള്ളത്. കഴുത്ത് വെച്ചതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഈഗോ, ഞാനെന്നുള്ള ഈഗോ എന്നുള്ളതിനെ കത്തിവെക്കുക. ഞാനല്ല, എനിക്ക് തന്നതിനെല്ലാം എനിക്കപ്പുറത്തേക്ക് എൻ്റെ ഇലാഹുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളുടെ ഓരോരുത്തരെയും ഈഗോയെ അറുത്തു മാറ്റുകയാണ് ഓരോ ബലികർമ്മങ്ങളിലേക്കും ഓരോ ബലി പെരുന്നാളിലേക്കും നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നുള്ളത്. ഇവിടെ നാം ഒരുപാട് പ്രാർത്ഥിച്ച് നമുക്കൊരു ജോലി കിട്ടും, ഒരുപാട് പ്രാർത്ഥിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു വീട് കിട്ടും, ഒരുപാട് പ്രാർത്ഥിച്ച് നമുക്കൊരു കാറ് കിട്ടും, ഒരുപാട് പ്രാർത്ഥിച്ച് നമുക്ക് പല വസ്തുക്കളും കിട്ടും. ആ വസ്തുക്കൾ കിട്ടിയതിൻ്റെ ശേഷം അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ച് അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ നമ്മുടെ റബ്ബിനെ നമ്മൾ മറക്കുന്നില്ലേ? ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നല്ല ഉച്ച സമയത്ത് നല്ല കച്ചവടമുള്ള ഒരു ടൈമാണെങ്കിൽ നമുക്ക് പള്ളിയിൽ ലൊഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നല്ല ബിസിനസ്സാണ്. ആ സമയത്താണ് ഒരു 10 കസ്റ്റമർ നമ്മുടെ പർച്ചേസിന് സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ളതെങ്കിൽ ഇവരെങ്ങാനും ഈ നിസ്കാരത്തിലേക്ക് ഞാൻ പോയാൽ എൻ്റെ ഈ ഒരു ആകെ എന്ന് രാവിലെ മുതൽ തുറന്നു വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്കൊരു കസ്റ്റമർ വന്നത്, ഈ കസ്റ്റമറെയും കൂടി ഞാൻ നിസ്കാരത്തിലേക്ക് പോയാൽ എനിക്കിത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കാരം നമുക്ക് ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ, പിന്നിലേക്ക് നമുക്ക് നിസ്കരിക്കാം എന്നുള്ള രീതിയിൽ നാം അതിനെ മാറ്റിവെച്ച് നാം അതിൻ്റെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ നാം നമ്മുടെ വീട്ടു ജോലിയിലേക്ക് വരുമ്പോൾ നാം അവിടെ 2ാം ഘട്ടത്തിലേക്കാണ് നമുക്കിതിനെ തന്നവനെ കാണുന്നുള്ളത്. അവിടെയാണ് നമ്മുടെ ഓരോ അഹംഭാവത്തിലേക്കും നമ്മുടെ അഹംഭാവത്തെ ആണ് നമ്മൾ ബലി കഴിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ബലിയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഓരോ വർഷങ്ങളിലും നാം ഓർമ്മിപ്പിച്ചെടുക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മളിൽ നിന്ന് നമുക്കിത് നൽകിയത് ആരാണോ അവനിക്കിത് സംരക്ഷിക്കാനും അവനിക്കിതിനെ വീണ്ടും നമ്മളിലേക്ക് നൽകാനും കഴിവുള്ളവൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ചുമതല അത് നമ്മളിലുള്ളതാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അതിൻ്റെ ചുമതല ഏൽക്കപ്പെട്ടതാർക്കാണ്? അള്ളാഹുവിനാണ്, നമ്മുടെ ക്രിയേറ്റർക്കാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏതൊരു വസ്തുവിനും നാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടോ, നമുക്ക് കിട്ടിയ വസ്തുവിനാണോ നമുക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ കിട്ടിയ വസ്തു അത് തന്നവനിക്കാണോ നമ്മുടെ പ്രാധാന്യം, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ബലിപെരുന്നാളിൻ്റെ ബലിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇവിടെയും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ജേണിലേക്ക് നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഉണ്ടെങ്കിലും ഗ്രേറ്റ്ഫുൾ ആവണം, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗ്രേറ്റ്ഫുൾ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നുള്ളത് അല്ലേ? നമുക്ക് ഒരു സംഭവം കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, ആ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ്. അതിൽ നിന്ന് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കത് ലഭിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് നമ്മുടെ റബ്ബ്, നമ്മുടെ ക്രിയേറ്റർ നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ
രഹസ്യത്തിൻ്റെ മർമ്മം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോലും നാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേറ്റ്ഫുൾ ആവുന്നുള്ളത്? നാം ഗ്രേറ്റ്ഫുൾ ആവണമെന്ന് പറയുമ്പോൾ നാം അതിൽ ഗ്രേറ്റ്ഫുൾ ലഭിക്കുമ്പോൾ ഉണ്ടായ സെയിം ഗ്രേറ്റ്ഫുൾ ആണോ നമുക്ക് നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാവുന്നുള്ളത്? അല്ല. നമ്മൾ രണ്ടിലും ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 മിനിറ്റ്, എൻ്റെ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്തോട്ടെ. കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നുള്ളത് നമുക്ക് ലഭിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും ഒരേ അളവിൽ ഒരേ തോതിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഒബ്സർവേഷനാണ് നമ്മൾ സ്വയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു എന്ന് പറയുമ്പോൾ, നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നമ്മളൊരു അൽഹംദുലില്ലാ, നമുക്ക് കിട്ടിയപ്പോഴും നമ്മളൊരു അൽഹംദുലില്ലാ, അത് രണ്ടിനും നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവത്തിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള ചിന്ത, അതിൻ്റെ തോത്, അതിൻ്റെ അളവ് എന്താണ്? നമ്മൾ ലഭിച്ചപ്പോൾ പറഞ്ഞ ഗ്രേറ്റ്ഫുള്ളിൻ്റെ അതേ ആ ഒരു ലെവലിൽ നിന്നത് കൊണ്ട് തന്നെ, അതേ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ, അതേ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അത് നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അത് ലഭിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും നമുക്ക് സെയിം സ്രോതസ്സിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് നൽകിയവനിലേക്ക്, നമ്മുടെ സ്രോതസ്സിലേക്ക്, നമ്മുടെ സൃഷ്ടാവിലേക്ക് ഞാനും നിങ്ങളും അടുത്തിരിക്കുക എന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന ഞാനതുപോലെ ആയതല്ല, ഞാനത് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. നമുക്കതങ്ങനെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ലഭിക്കുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുമ്പോഴും ഇൻഷാ അല്ലാ ഒരുപോലെ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന സമയത്ത് ഒന്നും തന്നെ നമുക്ക് വിഷമമോ സങ്കടമോ ഉണ്ടാവില്ല. ഏതൊരവസ്ഥയിലും നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ് അല്ലേ? ഏതൊരവസ്ഥയിലും നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, തൻ്റെ ഒരു കുട്ടി മരണപ്പെട്ട സമയത്ത് ഗ്രേറ്റ്ഫുൾ അറിയിച്ചിട്ടുണ്ടോ, അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ, താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് ചോദിക്കും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഒരു കുട്ടി മരണപ്പെടുന്ന സമയത്ത് പോലും ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്രമാത്രം നമുക്കറിയാൻ വേണ്ടി പറ്റും, നമുക്ക് ലഭിച്ച ഏതൊരു സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാളും ഏറ്റവും വിഷമമുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയിരിക്കുന്ന തൻ്റെ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് അല്ലേ? അപ്പൊ നമുക്ക് ഗിഫ്റ്റായി കിട്ടിയ നമ്മുടെ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് നാം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുക. ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഗ്രേറ്റ്ഫുൾ പറഞ്ഞിട്ടുണ്ടോ, അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ, അവർ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് നമ്മളെ കുറിച്ചിട്ട് ചോദിച്ചതെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രമാത്രം നമ്മൾ ഏതൊരു സങ്കടത്തിലാണെങ്കിലും ഏതൊരു സന്തോഷത്തിലാണെങ്കിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഓരോ ബലികർമ്മത്തിലും നമ്മുടെ അഹംഭാവത്തെ, ഞാൻ എന്ന ഭാവത്തെ, നമ്മൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ, ഇതെൻ്റേതാണ്, ഇതെൻ്റേതാണ്, ഇതെൻ്റേതാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇതെൻ്റേതല്ല, ഇതെൻ്റേതല്ല, ഇതെൻ്റെതല്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇതെല്ലാം എനിക്ക് നൽകിയ ഒരുവനുണ്ട്, ആ ഒരുവൻ്റെത് മാത്രമാണ് ഇതെല്ലാം. നാം ഇതിനൊരു കാരണക്കാരനായത് മാത്രമാണ്, ഞാൻ ഇതിനൊരു കാരണക്കാരി ആയത് മാത്രമാണ് അല്ലേ? അല്ലാതെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടാണോ ഇതേതുണ്ടാക്കിയത്? ഒരിക്കലുമല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഗ്രേറ്റ്ഫുള്ളോട് കൂടിയിട്ട്, ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഈ ഒരു ബലിപെരുന്നാൾ നമുക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള അഹംഭാവത്തെ നമുക്ക് ബലികർപ്പിക്കാൻ വേണ്ടി പറ്റണം. നമുക്ക് ആ അഹംഭാവത്തെ ബലികർപ്പിച്ചുകൊണ്ട് നമുക്ക് നാമായിട്ട് അത്രയും സറണ്ടർ ആയിക്കൊണ്ട് നമ്മളുടെ ക്രിയേറ്ററിൻ്റെ മുന്നിൽ അത്രയും താഴ്മയിൽ അത്രയും സറണ്ടറൻസോട് കൂടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, അതല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിലേക്ക് വരാം.
ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? കുറച്ചങ്ങോട്ട് ഡീപ്പായ ഒരു വേർഡ്സുകളാണ്, കുറച്ച് അഗാധമായി ചിന്തിക്കേണ്ടതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവാത്തൊന്നും കൂടി റെക്കോർഡ് കേൾക്കുക. ഓക്കെ ക്ലിയർ ആയി. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ, അതല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിലേക്ക് വരാം. അപ്പൊ പ്രോസസ്സിലേക്ക് വരാം അല്ലേ? പ്രോസസ് ചെയ്യാൻ ഓക്കെ എല്ലാവരും റെഡി അല്ലേ? യെസ്. ഓക്കെ. അപ്പം എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കുക. മൊബൈൽ ഫോണൊക്കെ താഴെ വെക്കുക. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ അതുപോലെ സ്വീകരിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ സ്വീകരിച്ച് അതുപോലെ ക്ലാസ്സിലിരുന്ന് അതുപോലെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ നമുക്ക് പതിയെ പതിയെ മാറ്റങ്ങൾ വരും. നമ്മളറിയാതെ നമ്മളിലേക്ക് മാറ്റം വരും. മാറ്റം വരുന്നത് നമുക്കറിയില്ല. ഏതുപോലെ എന്നറിയോ? നമ്മളിപ്പോൾ ഒരു ദിവസം നഖം മുറിച്ചാൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്കറിയാൻ വേണ്ടി പറ്റൂലേ? ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും നമ്മുടെ നഖം വലുതായിട്ടുണ്ടാവുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മുടെ കൂടെയുണ്ട് ഈ നഖം എപ്പോഴാണ് വലുതായത്? നഖം വലുതാവുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നഖം വലുതാവും. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ നമ്മളിലേക്ക് മാറ്റങ്ങൾ വരുന്നത് നമ്മളത് അറിയില്ല. നഖം വലുതായപ്പോ നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ ഈ നഖം വലുതായതിനു ശേഷം നമുക്ക് അറിയുന്നത് പോലെ നമുക്ക് മാറ്റം വന്നാൽ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് അത് മനസ്സിലാവാം. ചുറ്റുപാടുമുള്ളവർക്ക് അത് സാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചുറ്റുപാടുമുള്ളവർ നമ്മളോട് നേരത്തെ ബിഹേവ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പം നാം മാറുമ്പോൾ ചുറ്റുപാടുമുള്ള ഒരു മാറ്റത്തെ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ചിലപ്പോൾ അതിലെ മാറ്റം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മളുടെ കൂടെ പിന്നെ ഈ 101 ദിവസവും കൂടെ സഞ്ചരിച്ചവരുണ്ട്. ആകെ 2-3 മാസമായിട്ട് കൂടെ വന്നവരുണ്ട്. അപ്പോൾ 101 ദിവസമായിട്ട് കൂടെ വന്നവർക്കുള്ളതിനേക്കാളും മാറ്റം 2-3 മാസമായിട്ട് കൂടെ കൂടിയവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഫീഡ്ബാക്കിലൂടെ, എനിക്ക് പേഴ്സണലായിട്ട് വന്ന മെസ്സേജിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാറ്റം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചിലവർക്ക് അതിൻ്റെതായ ടൈം എടുക്കും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മൾ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിലെല്ലാം എന്താണുള്ളത്, ഇതിപ്പോൾ എന്താണ് എഴുതാനുള്ളത് എന്ന് വിചാരിച്ച് നിസ്സാരമാക്കി കളഞ്ഞാൽ നമുക്കത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ വർക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് മാറ്റങ്ങൾ വരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് വരാം. എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കുക. ബ്രത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺസ് അഗൈൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോ ശ്വാസത്തിലും ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള മുഴുവൻ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വന്ന് നിറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ഉച്ഛ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ഇമോഷൻസുകൾ, ദേഷ്യം, പക, വിദ്വേഷം, എന്തൊക്കെ ഇമോഷൻസുകളുണ്ടോ, സങ്കടങ്ങൾ, അങ്ങനെ എന്ത് ഇമോഷൻസ് ആണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, ഒഴിവാക്കേണ്ട എല്ലാ ഇമോഷൻസുകളും ഒരു കറുത്ത പുകയായി ഉച്ഛ്വാസവായുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ. ഓരോ ബ്രീത്തിലും നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വൺസ് അഗൈൻ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാഹ്യാവയവങ്ങളിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം, വേദനയോ, തരിപ്പോ, കടച്ചലോ, ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ബ്രീത്തിലും നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു.
ഓരോ ബ്രീത്തും നമ്മളുടെ ക്രിയേറ്ററുമായി അള്ളാഹുമായുള്ള കണക്ഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. ഓരോ ബ്രീത്തിലും നാം കൂടുതൽ കൂടുതൽ നമ്മുടെ ഇലാഹുമായി കൂടുതൽ അടുപ്പത്തിലായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്രിയേറ്ററിനെ, റബ്ബിനെ നമുക്ക് നമ്മളുടെ കണ്ടനാളത്തിൻ്റെ അത്രയും അടുത്ത് നമുക്ക് അറിയാനും ഫീൽ ചെയ്യാനും വേണ്ടി പറ്റുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ശ്രദ്ധ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിന്ന് എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. നിങ്ങളുടെ റൂമിലെ ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പുറത്ത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, കളകളാ ശബ്ദത്തോടെ കരയുന്ന പക്ഷികൾ, അങ്ങനെ ഓരോ ശബ്ദങ്ങളും നിങ്ങൾക്ക് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടാവാം. ഓരോ ശബ്ദങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയും ഇനിയും കൂടുതൽ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. ഒന്നും കൂടെ നിങ്ങൾ നിങ്ങളുടെ കേൾവിയിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കേൾവിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന വസ്തുക്കൾ എത്രയാണ്, എത്ര ഐറ്റംസ് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളൊന്ന് ബോധേഡായിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ബോധത്തിലിരുന്ന് ആ കേൾവിയിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഡീപ്പായിരിക്കുന്ന സംഭവങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ഇനിയും ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ കേൾവിയിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നാം അവെയറല്ലാത്തത് കൊണ്ട് നാം കേൾക്കാതെ പോയ പലതും നാം ഒന്ന് ബോധത്തിലെത്തുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നാം എന്നും ബോധത്തിലായി എന്നും അവെയറോട് കൂടി ചുറ്റുപാടുകളെ കേട്ട് മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള, ഒരു പവറുള്ള, ഒരു എനർജറ്റിക് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇപ്പോൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ കേൾവി കൊണ്ട് ഞാൻ എനിക്ക് വേണ്ട ഓരോ സംഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എനർജി എനിക്കെന്നും ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളൊരു ഉത്തമ ബോധ്യവും എന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് എത്രയും വസ്തുക്കൾ ഒരുമിച്ച് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ആ ബ്രെത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ കിട്ടിയതുപോലെ നാം ഒന്ന് സ്വയം അവെയറായി നാം നമ്മളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നാം ഇരിക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ക്രിയേറ്ററിനെ, നമ്മുടെ പടച്ചവനെ, നമ്മുടെ ക്രിയേറ്റർ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ആ ഒരു ബോധ്യത്തിൽ, ആ ഒരു തിരിച്ചറിവിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെയും നിങ്ങളെയും ഇരുത്തിക്കാനായിട്ട് അതിനുള്ള ഭാഗ്യം തന്നതിന് ആത്മാർത്ഥമായും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. നിങ്ങൾക്കിപ്പോൾ സൈലന്റ് ആയിരിക്കാം. സൈലൻസിലിരിക്കുന്ന സമയത്ത് നിങ്ങളുള്ളിൽ പല ചിന്തകളും കടന്നു വരുന്ന ചിന്തയെ സ്നേഹത്തോടെ സ്വീകരിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ സൈലൻസിലാണ്, ഞാൻ എൻ്റെ ക്രിയേറ്ററോടായിട്ട്, എൻ്റെ ഇലാഹുവായിട്ട് ഞാൻ അല്പം സംസാരത്തിലാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ വന്ന ചിന്തയെ നമുക്ക് തിരിച്ചയക്കാം. വരുന്ന ചിന്തകൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ നോക്കരുത്. സ്വീകരിക്കുക, എന്നിട്ട് തിരിച്ചു പറഞ്ഞുവിടാം.
ആ ഒരു സൈലൻസിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിങ്ങളുടെ ക്രിയേറ്ററിനെ അറിയാൻ വേണ്ടി പറ്റുന്നു. ഏറ്റവും ഡീപ്പായി ഗ്രേറ്റ്ഫുൾ അറിയിക്കുക, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് താങ്ക് യു പറയണവർക്ക് താങ്ക് യു പറയാം. നമുക്കെല്ലാം അൽഹംദുലില്ലാ പറയാം. രണ്ടാണെങ്കിലും അർത്ഥം ഒന്ന്, പക്ഷെ നമുക്കിവിടെ അൽഹംദുലില്ലാ. ബ്രീത്തിലേക്ക് മാത്രം ഒന്നും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഒരു ദിവസം മുഴുവനും പൂർണ്ണമായും സന്തോഷത്തോടെയും എനർജിയോടെയും ആരോഗ്യത്തോടെയും നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് കണ്ണിന് നേരെ സ്പർശിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ല, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ടാക്കി സംസാരിക്കാം. നിങ്ങളുടെ ടൈമാണ്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് ഉണ്ട്. അൺമ്യൂട്ടാക്കി സംസാരിച്ചോളൂ. നമുക്ക് വേണ്ടപ്പെട്ട നഷ്ടപ്പെടുമ്പോ ഒരു സങ്കടം ഉണ്ടാവും പറഞ്ഞല്ലോ, സന്തോഷം അങ്ങനല്ല, സങ്കടം വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. യെസ്, എന്തായാലും ഓട്ടോ വന്ന് പോകുമ്പോ എന്താ നമ്മൾ ചെയ്യാ? ഇപ്പൊ നമ്മള് ഉമ്മ നഷ്ടപ്പെടുക, അതുപോലെ വളരെ അങ്ങനത്തെ മക്കളെ വളരെ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം. അവിടെ നമുക്ക് സങ്കടം ഇസ് വെരി ഗുഡ്. നമുക്കവിടെ സങ്കടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതല്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് സങ്കടങ്ങൾ വരാം. ആ സങ്കടം വരുന്ന സമയത്ത് ആ സങ്കടത്തിൽ തന്നെ പിടിച്ച് നിന്നുകൊണ്ട് നമുക്കറിയാൻ വേണ്ടി പറ്റുമല്ലേ, ഒരു മക്കൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ഇനി എന്ത്, ഞാനിനി എങ്ങനെ ജീവിക്കും, എനിക്കിനി മുമ്പിലോട്ടത്തേക്ക് എന്ത് എന്നുള്ളൊരു ചിന്തയിൽ, ആ ഒരു ചിന്തയിൽ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് നാം ഓക്കെ, നമുക്കതിൽ സങ്കടം വരുന്നുണ്ട്, സങ്കടം വന്നാലും നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇതെനിക്ക് നൽകിയത് ആരാണോ ആ നൽകിയവനല്ലേ ഇത് തിരിച്ചെടുത്തത്. ആ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവാം, അത് ഞാൻ അറിയാത്തതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരിക, റിക്കവറി ആവുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനല്ല, അത് തീരെ നമ്മളതിലൊരു വിഷമിച്ചിരിക്കാതെ നമ്മൾ അതിൽ ആഘോഷിക്കണം എന്നുള്ളതല്ല. വിഷമിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മളിൽ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് അറിയാമല്ലേ, നമുക്ക്